ക്രൈസ്തവരുടെ വിശ്വാസത്തിൽ അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പുണ്യവാളനുണ്ട്. അതവരുടെ വിശ്വാസമാണ്. ആ പുണ്യവാളനെ വിളിച്ച് അവർ നേർച്ചകൾ നേരും, പലപ്പോഴും ഫലസിദ്ധിയും ഉണ്ടാവും. ഏതാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിലും ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്നാണ് ലോകത്തെമ്പാടും നിന്നുള്ള വാർത്തകൾ പറയുന്നത്. അസാധ്യ കാര്യങ്ങൾ പലപ്പോഴും സാധിക്കുന്നത് നരേന്ദ്രമോദിയിലൂടെയാണ്. മോദിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം, ഈ യുദ്ധം ആരംഭിച്ച് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അതിലിടപെടണം എന്നാവശ്യപ്പെട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, 2 വർഷത്തിലേറെയായി തുടരുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധം ആരംഭിച്ച് നിരവധി രാജ്യങ്ങളിലായി ഉക്രൈനിൽ പെട്ടുപോയ ഇന്ത്യക്കാരടക്കം നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ പതറി നിന്നപ്പോൾ അവിടെ ഇടപെട്ടത് ഇന്ത്യയാണ്. ഇന്ത്യ ഇടപെട്ടു എന്ന് മാത്രമല്ല, ആർക്കും അസാധ്യമെന്ന് തോന്നുന്ന ഒരു ഇടപെടലാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ ഇടപെടലിൻ്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് ഉക്രൈൻ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഒരു സമാധാന ഇടനാഴി ഉണ്ടാക്കി അതിലൂടെ ഇന്ത്യയിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവന്നു. ഇന്ത്യക്കാർ മാത്രമല്ല, നമ്മൾ ആ കാലത്ത് വീഡിയോയിലൊക്കെ കണ്ടതാണ്, പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ പോലും ഇന്ത്യയിലെ ദേശീയ പതാകയും പുതച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സിന്ദാബാദ് വിളിച്ച് ആ ഇടനാടിയിലൂടെ സുരക്ഷിതമായി തങ്ങളുടെ വീടുകളിലേക്ക് എത്തി നമ്മൾ കണ്ടതാണ്. അങ്ങനെ അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒരു മഹായുദ്ധത്തിൻ്റെ നടുവിൽ നിന്ന് യുദ്ധം നിർത്തിവെപ്പിച്ച് സ്വരാജ്യത്തെ കുട്ടികളെ, പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രംഗങ്ങൾ റഷ്യയിൽ മാത്രമല്ല, യമനിൽ കണ്ടു. മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അഭയാർത്ഥികളും ജിഹാദികളുടെ തടങ്കലിൽപ്പെട്ട് കഴിഞ്ഞവരെയൊക്കെ സുരക്ഷിതമായി നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഫലം കണ്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്തെ ഏത് രാജ്യങ്ങളിലും ആവശ്യമായ ഘട്ടത്തിൽ തന്ത്രപ്രധാനമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മോദി ഒരു ലോക നേതാവായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോഴും തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയിട്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചു. റഷ്യ ജയിച്ചിട്ടുമില്ല, ഉക്രൈൻ തോറ്റിട്ടുമില്ല. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യുദ്ധത്തിനിടെ ഒരു തവണ 2022 അവസാന ഘട്ടത്തിൽ റഷ്യ ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറായിരുന്നു. നമ്മൾ ആലോചിക്കണം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ അത് ആ 2 രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമായി മാറില്ല. നിശ്ചയമായും ഇരുപക്ഷത്തുമുള്ള 2 പക്ഷത്തെയും പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങളും അതിൽ പങ്കാളികളാവുകയും അവർ സ്വാഭാവികമായും യുദ്ധത്തിൽ ഇടപെടുകയും ഒരു ലോക യുദ്ധത്തിലേക്ക് വഴി തുറക്കപ്പെടുകയും ചെയ്യുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ലോക രാഷ്ട്രീയ രംഗം നിരീക്ഷിക്കുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായം അതാണ്. ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കപ്പെട്ടാൽ ലോകത്തിൻ്റെ നാശമാണ്, അതൊരു ആഗോള യുദ്ധമായി മാറുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം, ദ റിട്ടേൺ ഓഫ് ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം പുറത്തു വന്നിരിക്കുന്നു. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ചാനലായ CNN സെക്യൂരിറ്റി ചീഫ് കറസ്പോണ്ടൻ്റായ ജിം സ്കിറ്റോയാണ്. അദ്ദേഹം പറയുന്നു, 2022 ഉക്രൈനിലെ ഖൊയർസൺ എന്ന് പറയുന്ന മേഖലയിൽ, റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശമാണ് ഖൊയർസൺ. ആ ഖൊയർസൺ മേഖലയിലുള്ള റഷ്യൻ പട്ടാളക്കാരെ ഉക്രൈൻ്റെ നൂറുകണക്കിന് ഭടന്മാർ, സൈനികർ ടാങ്കുകളും മറ്റായുധങ്ങളുമായി വളഞ്ഞു. റഷ്യൻ പട്ടാളക്കാരായ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. റഷ്യയിലെ അത്രയേറെ വലിയ സംഖ്യയിൽ റഷ്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പുടിൻ്റെ കസേര ഇളകും. അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ റഷ്യയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് പുടിൻ എത്തിച്ചേർന്നു. ഉക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ജോ ബൈഡൻ അറിയുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റഷ്യയിലെയും ഉക്രൈനിലെയും കാര്യങ്ങളൊക്കെ സാഹൂതം സൂക്ഷിച്ചുകൊണ്ട് CIA നിലനിൽക്കുന്നുണ്ട്. CIAയുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ ഇൻ്റൽ ഔട്ട്പുട്ട്സ് അമേരിക്കയ്ക്ക് ലഭിക്കുകയും റഷ്യ ഉക്രൈന് നേരെ അണുവായുധം പ്രയോഗിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചുവെന്നാണ് ജിം സ്ക്വിറ്റിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇതറിഞ്ഞ ഉടൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 2 പേരെയാണ് വിളിച്ചത്. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയെയും, 2 ചൈനീസ് പ്രസിഡന്റിനെയും. 2 പേരോടും ബൈഡൻ കാര്യങ്ങൾ പറഞ്ഞു. റഷ്യ ഉക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഖൊയർസണിലെ സംഭവങ്ങളിൽ പുടിൻ അതീവ രോഷാകുലനാണ്. അത് ശമിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇടപെട്ടാൽ കഴിയില്ല, അത് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും ഇടപെടണം എന്നാണ്
ജോ ബൈഡൻ രണ്ടു രാജ്യത്തിൻ്റെയും തലവന്മാരോട് നേരിട്ട് ടെലഫോണിൽ ഹോട്ട്ലൈൻ വഴി സംസാരിച്ചത്. ഇത് വെറുതെ കഥ എഴുതുന്നത് പോലെ അല്ല CNN-ൻ്റെ ഏറ്റവും മുതിർന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള ലേഖകൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ലോക രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടി അവരുടെ വിശകലന റിപ്പോർട്ടുകൾ പരിശോധിച്ച് എന്തിന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉത്തരവാദപ്പെട്ട ചില ആളുകൾ അത് സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ എനിക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. അങ്ങനെ നരേന്ദ്രമോദി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പുടിൻ്റെ കോപമടങ്ങുകയും ആണവായുധം പ്രയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തത്. മാത്രമല്ല, ഖൊയേർസൺ മേഖലയിൽ റഷ്യൻ പട്ടാളക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്മാറാൻ ഉക്രൈനും തയ്യാറായി. റഷ്യയുടെ അധീനതയിലുള്ള ആ പ്രദേശം തുടർന്നും റഷ്യയ്ക്ക് തന്നെ കൈവശം വയ്ക്കാനുള്ള പൂർണ്ണ സമ്മതം ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കിയത് മോദിയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ നടന്നതുകൊണ്ടാണ് റഷ്യ ഉക്രൈനിൽ ആണവായുധം പ്രയോഗിക്കാതിരുന്നത് എന്നാണ് ജിം തൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായി വിവരിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ലോകത്തെ മുഴുവൻ ഗ്രസിക്കാവുന്ന, ലോകത്തിന് മുഴുവൻ വിപത്തായി മാറാവുന്ന ഒരു ന്യൂക്ലിയർ യുദ്ധം ഒഴിവാക്കാൻ ഇന്നലെ വരെ മൂന്നാം ലോക രാജ്യമെന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെട്ടിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ പരിഗണനയിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ലോകത്തെമ്പാടും സ്വീകരിക്കപ്പെടേണ്ട, മാനിക്കപ്പെടേണ്ട, കസേരയിട്ട് ആദരിച്ചിരുത്തേണ്ടുന്ന ഒരു ശബ്ദവും നാമവുമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇന്ത്യ വീണ്ടും പോകുമ്പോൾ ഇന്ത്യയുടെ യശസ്, ഇന്ത്യക്കാരൻ്റെ അഭിമാനം ആകാശത്തോളം വളർത്തി ആകാശത്തിനും അപ്പുറത്തേക്ക് ഇന്ത്യയുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഒരാണവ യുദ്ധത്തിൻ്റെ വിപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് വന്നാൽ അത് അഭിമാനകരമാണ്. ലോക സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിസ്തുലമായ സംഭാവനയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.